ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ടിട്ട് എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവ് എല്ലാവരെയും സൂക്ഷിച്ച വലിയ വിധങ്ങൾക്കായി സ്തോത്രം. ആപത്തുകളും അനർത്ഥങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ആയിരുന്ന ഈ പകലിലും ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവരും ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പം നേരത്തെ ചിന്തിക്കാൻ ലൂക്കോസ് വിശേഷം 22-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. പലപ്പോഴും നാം കേട്ടിരിക്കുന്ന നല്ലൊരു തിരുവചന സന്ദേശമാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരിക്കുന്ന ദൈവിക കാഴ്ചപ്പാടുകളുള്ള, ദൈവിക ദർശനമുള്ള, ദൈവപ്രവൃത്തി അറിയാവുന്ന കർത്താവാണ്, ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു എന്നുള്ള വെളിപ്പാട് മനസ്സിലാക്കിയ പത്രോസ് യേശുവിനോട് കൂടെ പറയുകയാണ്, നിന്നോടുകൂടെ തടവിലാക്കുവാനും മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ യേശു പറയുന്നൊരു ഭാഗമുണ്ട്, നീ എന്നെ തള്ളിപ്പറയുവാനിടയായി തീരും. നീ എന്നെ തള്ളിപ്പറയും. യേശു അതിന് മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ 12 പേരും ദൈവരാജ്യത്തെങ്കിൽ എന്നോടുകൂടെ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുന്നൊരു കാലഘട്ടമുണ്ട്. യേശു ഇതൊക്കെ പറഞ്ഞു. യേശുവിൻ്റെ സ്നേഹിതനായിരിക്കുന്ന, യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസിന് ഇതൊക്കെ പറയുമ്പോഴും അതിൻ്റെ 37-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. യേശുവിനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, പത്രോസ് യേശുവിനെ തള്ളിപ്പറയുകയാണ്. സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല. പത്രോസ് പറയുകയാണ്, ഞാൻ യേശുവിനെ അറിയുന്നില്ല. യേശു പറഞ്ഞ പ്രവചനം, നീ എന്നെ കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരും. പിന്നെ കാണുവാൻ സാധിക്കുന്നു, മനുഷ്യ, ഞാനല്ല എന്ന് പറഞ്ഞ് ശിവൻ പറയാണ്, ഞാനല്ല. 3-ാമത്തെ ഭാഗം വരും, മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുക. മനുഷ്യൻ, ഞാനതല്ല, ഞാൻ യേശുവിൻ്റെ കൂടെ നടന്നവനല്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂവാനിടയായി തീർന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യൻ്റെ വാക്ക് മാറിപ്പോവും. മനുഷ്യൻ പറയുന്ന ഏത് വാക്കും അത് മാറിപ്പോകുവാനുള്ള സാഹചര്യം കൂടുതലാണ്. പത്രോസ് പറഞ്ഞൊരു വാക്ക്, ഞാൻ നിന്നോടുകൂടെ തടവിലാക്കാനും മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്നാൽ യേശു പറയുകയാണ്, നീ എന്നെ തള്ളിപ്പറയുവാനിടയായി തീരും. എന്നാൽ യേശു അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുന്നൊരു കാലഘട്ടമുണ്ട്. തിരുവചനം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 24 മൂപ്പന്മാരെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. പഴയ നിയമ പുതിയ നിയമസഭയുടെ പ്രതിനിധികളായിരിക്കുന്ന 24 മൂപ്പന്മാരിൽ നമ്മൾ മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു, നമ്മുടെ അപ്പോസ്തലന്മാരും അവിടെ ഉണ്ടാകാം. എന്നാൽ ഇവിടെ തിരുവചനം പറയുകയാണ്, നമ്മൾ പറയുന്ന വാക്ക്, മനുഷ്യൻ പറയുന്ന വാക്കുകളെല്ലാം അത് അസ്ഥാനത്തായി പോകും. നമ്മുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയുമില്ലാതായി പോകും. പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നോട് തടവിലാക്കാനും മരിപ്പാനും ഞാൻ തയ്യാറാണ്. നമ്മുടെ വാക്കെല്ലാം മാറും. നമ്മുടെ വാക്കുകളെല്ലാം, നാം പറയുന്ന വാക്കുകൾ, നാം പറയുന്നത് എല്ലാം മാറിപ്പോകുവാൻ സാഹചര്യമുണ്ട്. എന്നാൽ യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ മാറിപ്പോകത്തില്ല. എന്നെ ശ്രവിക്കുന്ന ദൈവവിധിലെ, എന്നെ ശ്രവിക്കുന്ന മാതാവേ, പിതാവേ, സഹോദര കുഞ്ഞെ, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. യേശു നിന്നോടൊരു വാക്ക് പറഞ്ഞിരിക്കുന്നെങ്കിൽ, ഏത് പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലും, ഏത് കഷ്ടതയുടെ സാഹചര്യത്തിലും, ഏത് വിഷമത്തിൻ്റെ സാഹചര്യത്തിലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും യേശു നിന്നോട് വാക്ക് പറഞ്ഞെങ്കിൽ അവൻ വാക്ക് പറഞ്ഞ ദൈവം മാറത്തില്ല. നീ വാർദ്ധക്യം നരയുള്ള കാലത്തോളം ചുമക്കുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അന്ത്യം വരെയും വഴി നടത്തുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അങ്ങനെയെങ്കിൽ ഭാരപ്പെടേണ്ട. ദൈവം നിന്നെ അന്ത്യം വരെ നടത്തുവാൻ അവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ അവൻ മാറുന്ന ദൈവമല്ല. അതുകൊണ്ട് ഈ നാളുകളിൽ വാക്ക് പറഞ്ഞ ദൈവത്തെ മനസ്സിലാക്കി, വാക്ക് പറഞ്ഞ യഥാർത്ഥമായ ദൈവത്തെ മനസ്സിലായി,
മനസ്സിലാക്കി മനുഷ്യൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ദൈവത്തിൻ്റെ മാത്രം വാക്കുകൾക്ക് വില കൊടുത്ത് വരുന്ന ആളുകളിൽ ദൈവത്തിന് വേണ്ടി ഒരുങ്ങാം. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്തുതിയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളോട് പറഞ്ഞ വാക്ക് അങ്ങ് ഉറപ്പിക്കുന്നതിനായി സ്തോത്രം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളായിരിക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ, അങ്ങയുടെ കരം ചലിക്കണമേ, അത്ഭുതം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രോഗിക്ക് മേൽ വലിയ വിടുതൽ സുഖം അയച്ചതിനായി സ്തോത്രം. പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൽ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല സുദിനം ആശംസിക്കുന്നു. ആമേൻ.